ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതാ നിങ്ങളുടെ മുത്തച്ഛൻ, എന്റെ ഭർത്താവ്. സാക്ഷാൽ മാന്യരാജ്യമാന്യ ശ്രീ മഹാദേവവർമ്മ. പിതൃക്കന്മാരെ വന്ദിച്ചോളൂ. അല്ല, അമ്മേനെ എന്നാ തിരിച്ചു വരുന്നേ? എനിക്ക് സൗകര്യമുള്ളപ്പോ ഞാൻ തിരിച്ചു വരും. എന്താ, അംബികയ്ക്ക് എന്നെ കൊണ്ട് വല്ല ആവശ്യമുണ്ടോ? ഇല്ല. എന്നാ ശരി, ഞങ്ങൾ പോയിട്ട് വരട്ടെ. ശരി അമ്മ. ശരി. ഞാനിവരെ ഫോളോ ചെയ്യട്ടെ അമ്മേ? ഫോളോ ചെയ്തിട്ട് എന്തിനാ? ഇപ്പൊ ഒന്നും വേണ്ട, സമയം അടുത്ത് വരുന്നുണ്ട്. അല്ല, ഇതെന്താ പോക്കിന്റെ ഉദ്ദേശം? പോക്കിന്റെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം. അത് ഞാൻ നിന്നോട് പുറകെ പറയാം. നമസ്കാരം. തമ്പുരാട്ടി വരുന്ന കാര്യം നാട്ടുകാരെ ആരെയും അറിയിച്ചിട്ടില്ല. അങ്ങനെ അറിയിച്ചിരുന്നെങ്കിൽ ഇവിടെ മുഴുവൻ ജനക്കൂട്ടമായിരുന്നേനെ. ആ നിക്ക്, എന്നെയല്ല നിങ്ങളിപ്പോ സ്വീകരിക്കേണ്ടത്. നിങ്ങൾക്ക് ആർക്കും പരിചയമില്ലാത്ത ഈ കോവിലകത്തിന്റെ അനന്തരാവകാശികളായ രണ്ടുപേർ ഈ കാരണത്തുണ്ട്. അവരെയാ സ്വീകരിക്കേണ്ടത്. ആരാണിതെന്ന് വല്ലതും മനസ്സിലായോ? ഇല്ല തമ്പുരാട്ടി. ഇതാണ് എന്റെ കൊച്ചുമോള് ഋതിക വർമ്മ. അയ്യോ, നമ്മുടെ പത്മാവതി തമ്പുരാട്ടിയുടെ മകള് കുഞ്ഞു രാജകുമാരി. കൊച്ചുമോള് മാത്രല്ല, കൊച്ചുമോളുടെ ഭർത്താവും ഉണ്ട് കൂടെ. ആഹാ, ഇത് രാജു. ഇവരെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ആ കേട്ടില്ലേ, ഇവിടത്തെ കൊച്ചുമക്കളാണ് യുവരാജകുമാരനും യുവരാജകുമാരിയും. ആ,
ഇതാ നിങ്ങളുടെ മുത്തച്ഛൻ, എന്റെ ഭർത്താവ്. സാക്ഷാൽ മാന്യരാജ്യമാന്യ ശ്രീ മഹാദേവവർമ്മ. പിതൃക്കന്മാരെ വന്ദിച്ചോളൂ. ബഹുമാനപ്പെട്ട മുത്തച്ഛന്മാരെ, അപ്പൂപ്പ, ഞാൻ ഈ തമ്പുരാട്ടി പെണ്ണിനെ തട്ടിയെടുത്തതൊന്നുമല്ല. സത്യം അറിയാലോ. അവിവേകമാണെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. ഇനി പൂക്കൾ അർപ്പിച്ചോളൂ. ദാ, ഇളനീര് കുടിക്കൂ. കുടിച്ചോ? അമ്മമ്മേ, അമ്മമ്മ കൽക്കട്ടയിലായിരുന്നപ്പോഴേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നടന്നത്? അതിനിവിടെ കാര്യസ്ഥനും മറ്റും ജോലിക്കാരൊക്കെ അല്ലേ, അവര് നോക്കിക്കോളും. ഓ, കറപ്ഷൻ ഉള്ളവരാരും തന്നെ നമ്മുടെ ജോലിക്കാരായിട്ടില്ല. ഇവിടുത്തെ വരുമാനെല്ലാം എന്റെ അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് വന്നോണ്ടിരിക്കും. മാഡം, അക്കൗണ്ടന്റ് മേനോൻ വന്നിട്ടുണ്ട്. വിളിക്കട്ടെ? പിന്നെന്താ, വരാൻ പറയൂ. ആ, ശരി. എന്ന് കരുതി ഞാൻ മുഴുവൻ സമയം കൽക്കട്ടയിലായിരുന്നില്ല. കുറഞ്ഞതൊരു 3 മാസം കൂടുമ്പോഴെങ്കിലും ഞാൻ ഇവിടെ വന്നോണ്ടിരിക്കും. ഓ, നമസ്കാരം. നമസ്കാരം. ഇവരെ മനസ്സിലായോ? മനസ്സിലായി. വഴിയിൽ നിന്ന് വന്നപ്പോഴേ അറിഞ്ഞു.